ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ കണക്കുകൂട്ടിയിരുന്ന ലക്ഷ്യത്തിൽ ഇസ്രായേൽ എത്തിച്ചേർന്നു. ഇറാനെ ആണവ വിമുക്തമാക്കണമെന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പദ്ധതികൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ചർച്ചയിലാണ് ലോകം. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടു. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഉരുത്തിരിയുന്ന ഒരു വലിയ ചോദ്യമാണ് ഇറാന്റെ ആണവ പദ്ധതികൾ എത്രത്തോളം നശിപ്പിക്കുവാൻ ഇസ്രായേലിനും US-നും സാധിച്ചിട്ടുണ്ട് എന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന നൽകുന്ന യുദ്ധാനന്തര റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരമാണ് ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിക്കുമ്പോൾ കുറച്ച് മാസത്തിനുള്ളിൽ ഇറാൻ ആണവ ആയുധ നിർമ്മാണം എന്ന ലക്ഷ്യത്തിനടുത്ത് എത്തിയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇറാന്റെ പരമപ്രധാന ലക്ഷ്യം ഇസ്രായേലുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നും പരിഗണിക്കാതെ തികച്ചും സാങ്കേതിക സൈനിക വിലയിരുത്തലുകൾ മാത്രം അടിസ്ഥാനമാക്കിയും അമേരിക്കൻ പ്രതിരോധ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും യൂറോപ്യൻ രഹസ്യ വിവര സംഘടനകളുടെയും നിഗമനമനുസരിച്ച് ഇറാന്റെ ആണവ പദ്ധതികൾ കുറഞ്ഞത് 2 വർഷത്തേക്ക് പിന്നിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് വലിയൊരു വിജയം മാത്രമല്ലെന്നും ആണവ ശാസ്ത്രത്തിന്റെ ഗൗരവവും ഗഹനതയും ആവശ്യപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രവർത്തനമായാണ് ഇസ്രായേൽ കാണുന്നതെന്നുമാണ് IDF-ന്റെ അഭിപ്രായം. ഇറാന്റെ തകർന്ന ആണവ പദ്ധതിയുടെ പട്ടികയും ഇസ്രായേൽ പുറത്തുവിട്ടു. ഇറാനിലെ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ നശിപ്പിക്കപ്പെട്ടു. ഇത്ര വലിയ ആണവക്ഷമതയുള്ള സംവിധാനം നശിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിലാദ്യമായാണ്. വലിയൊരളവിൽ സെൻട്രിഫ്യൂജ് കൺസ്ട്രക്ഷൻ പ്ലാന്റുകളും നശിപ്പിച്ചു. അതായത് ഇറാന് പുതിയ സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാൻ സൗകര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നർത്ഥം. നത്താൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല, അവിടങ്ങളിലെ പല ഉപസൗകര്യങ്ങളും അതുപോലെ തന്നെ കറാജ് പോലെയുള്ള ശ്രദ്ധേയമല്ലാത്ത ആണവ കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. തന്നെയുമല്ല, മൊസാദ് ഇറാന്റെ എല്ലാ പ്രധാന ആണവ ശാസ്ത്രജ്ഞരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ആഭ്യന്തര ഇടപെടലുകൾക്കുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. സ്വന്തം കിടപ്പുമുറിയിലേക്കും സുരക്ഷിതമെന്ന് കരുതിയ സ്ഥലങ്ങളിലേക്കും ഇറാൻ കടത്തിയിരിക്കുന്ന ആണവ സാമഗ്രികളുടെ സ്ഥാനങ്ങൾ ഉൾപ്പെടെ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ ഒരു ചെറിയ അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒളിപ്പിച്ചേക്കാമെന്ന സാധ്യത IDF തള്ളുന്നില്ല. പക്ഷേ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടത്ര അളവിൽ ഇറാന്റെ കയ്യിൽ നിക്ഷേപം ഉണ്ടാകില്ല. പവർ ഡൂൾ, ന്യൂട്രോൺ റിയാക്ഷൻ, യുറേനിയം മെറ്റൽ നിർമ്മാണം, സിർക്കോണിയം ഉൽപ്പാദനം തുടങ്ങി ആണവ ആയുധ നിർമ്മാണത്തിലേക്കുള്ള എല്ലാ ഘട്ടങ്ങളും തകർത്തതായാണ് IDF വിലയിരുത്തുന്നത്. ആണവ പദ്ധതികളിലേക്കുള്ള ഇറാന്റെ പുനർനിർമ്മാണം അത്ര എളുപ്പമാകില്ല. ഇറാന് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികളാണ്. തീർത്തും തകർന്ന ഉപകരണങ്ങൾ തിരിച്ചുപിടിക്കണം, പുതിയ ഫാക്ടറികൾ നിർമ്മിക്കണം, സയന്റിസ്റ്റുകളെ പുതുതായി പരിശീലിപ്പിക്കണം, ആണവ സമഗ്ര പദ്ധതികൾ വീണ്ടും പുതിയതുപോലെ ആരംഭിക്കണം. ഇതെല്ലാം ചെയ്യാൻ ഇറാനിന് കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുത്തേക്കും. അതിൽ കൂടുതൽ വർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഈ അടുത്തിടെ നിർമ്മിച്ചെടുത്ത ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള അവശേഷിച്ച എല്ലാ സൗകര്യങ്ങളും ഇസ്രായേലും US-ഉം തകർത്തിട്ടുണ്ട്. ഈ സന്ദേശം പുറത്തുവരുന്നത് ഒരു രാഷ്ട്രീയ അഭിമാനമായല്ല, ഭാവിയിലേക്കുള്ള ആണവ സുരക്ഷയ്ക്കായുള്ള ഒരു സാങ്കേതിക നേട്ടമായാണ് IDF-ഉം ഇസ്രായേലും US-ഉം ഇത് കണക്കാക്കുന്നതെന്നാണ് IDF വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.